ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ. നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലിലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നിന്റെ മതാമ്മ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പോട് ഒരു വാചകം. വാചകമാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. പറയട്ടാ പറയടാ. ആ, നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു അല്ലേ മെന്റസേ? ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത് നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ, നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ. പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്ത് കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എടാ, ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താനവർദ്ധിനി കഴിക്കണം. മതാമമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം. നിന്റെ സന്താനവർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നത്, അല്ലേ മോനെ മെന്റസേ? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ. അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസന്റ് ആയി പോകും. ശരി, സമ്മതിച്ചു. അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് കിട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസന്റ് ആയിട്ട് പോണം. നീ അമേരിക്കൻ സ്റ്റൈലിൽ. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ. 10:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8 മണിക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞാൽ കൊച്ചു പ്രേമം പോയത്. മണി ഇപ്പൊ 9 ആയി. അവൻ ആക്സിഡന്റ് പറ്റി കാണൂ. കരുനാക്ക് വളച്ചോരം പറഞ്ഞോണ്ടല്ലോ. നിന്റെ കരുനാക്ക് ഫലിച്ചു. കൊച്ചു പ്രേമന്റെ ആരോ മരിച്ചു. എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എല്ലാം വിധിയാണെന്ന് എഴുതി സമാധാനിച്ചാ മതി. എത്ര മണിക്കാ ശവദാഹം? ആരാ മരിച്ചത്? ആര് മരിച്ചു? പിന്നെ ഈ റീത്ത്? അയ്യാ, കടയിൽ ബൊക്ക തീർന്നു പോയി. എയർപോർട്ടിൽ വെറും കൈയോടെ പോണ്ടാന്ന് എഴുതി റീത്ത് വാങ്ങിച്ചതാ. 4 മണിക്ക് ഒരെണ്ണം തന്നാണ്ടല്ലോ. അമേരിക്കക്കാരിയല്ലേ വരുന്നത്. സ്വീകരണത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ. ഫോറിൻ വണ്ടി എവിടെ? ആ, അതിന്റെ കാര്യം പറയാനാ വന്നത്. ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ വിഷമിക്കണ്ട. പുഞ്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ? പാടത്തിൽ കൂടെ നീന്തി പോണം. അതല്ലടാ, പാടത്തിന്റെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ? അറിയാം. ആ, തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയിൽ മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താൽ മതി. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേറി, നമുക്ക് അങ്ങോട്ട് പോവാം. റീത്ത് പോയി. അയ്യോ, ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്ത് കൊടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ? ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ. അതേ ഒരെണ്ണം ഫോണുണ്ട്, പക്ഷേ സൗണ്ട് ഇല്ലല്ലോ. അത് പരുന്താണടാ മണ്ട. വളവാണ്, സൂക്ഷിക്കണേ. വേഷം മാറി പൂങ്കോഴി വേണോ പിടക്കോഴി വേണോ അതോ കാട വേണോ? എടാ, പൂവനായാലും കാടനായാലും കോഴി മതി. നീ ഒന്ന് വേഗം പോയിട്ട് വാ. എന്നാ കാശെന്താ? ഇത് എണ്ണ എന്തോ ഉജ്വല. എടാ, ആ വരുന്നത് എന്റെ അനന്തരവനും കൂട്ടുകാരും അല്ലേടാ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? എയർപോർട്ടിൽ പോയാൽ മറന്ന് ഈ വേഷത്തില്. ഇനി പുലികളി കഴിഞ്ഞു വല്ല ഏത് കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് വരികയാടാ. കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് കൊച്ച പറ. അമ്മ പോകുന്ന വഴിക്ക് കാർ ഓടിച്ചു വന്നൊരു താടക ഞങ്ങൾ ഇടിച്ച് പാടത്തോട്ടിട്ടു. പിന്നെ ചെളി പുരണ്ട് ഈ വേഷത്തിൽ എങ്ങനെ എയർപോർട്ടിലേക്ക് പോകും? അത് ശരി. ഏത് പെണ്ണുമ്പിളിയാണോ ചതി ചെയ്തത്? അവളുടെ മുഖം കണ്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ? 076785. എന്താ നോക്കുന്നേ? മാഡം പറഞ്ഞത് കറക്റ്റാ. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോന്തര ഷേപ്പ് ഞാൻ മാറ്റിയനെ. ഓ ശരിയാ, ഞാനും അവളെ ഇടിച്ചേനെ. എന്നാലേ
ആ കാർ ഓടിച്ചിരുന്ന ഞാനാ. കുഞ്ഞിനാളിൽ നീ എത്ര പ്രാവശ്യം ഇവനെ പാടത്ത് തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പൊ മോഡേൺ ആയപ്പോൾ കാറടിച്ച് തള്ളിയിട്ടു, അത്രേ ഉള്ളൂ. ആ, മോളെ, എത്ര പ്രാവശ്യമാ ഇവൻ നിന്നെ ഊഞ്ഞാലാട്ടിട്ടുള്ളത്? എത്രയെത്ര മാമ്പഴവ എത്താ കൊമ്പത്തുനിന്ന് ഇവൻ നിനക്ക് പറിച്ചു തന്നിട്ടുള്ളത്. നിന്റെ ഈ പഴയ കുട്ടിക്കുരങ്ങനെ. എന്താ? ആരെയാ സ്വപ്നം കണ്ട് കിടക്കണേ? ഏയ് ആരെയല്ല. ഏയ് അതല്ല, എന്തായാലും എന്നെ അല്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്ത്യയുടെ സ്വപ്നത്തിലെങ്കിലും കടന്നു വരാനുള്ള യോഗ്യത പാവ ഈ ജോത്സ്യരുടെ മകൾക്കുണ്ടോ? അതെ, പാർവതി ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലേ മോശമാ. ഈ വീടിന്റെ ഓരോ മൂലയിലും ഞാൻ കയറി വരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോ കയറി വന്നാലും ആർക്കും ഒന്നും തോന്നില്ല. അയ്യോ, അങ്ങനെയല്ല. ഇനി അഥവാ തോന്നെങ്കിൽ തന്നെ അത് വിന്ധ്യേട്ടന് മാത്രമേ. പാർക്കുട്ടിയപ്പോ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ ചേച്ചി. ഇന്നലെ സന്ധ്യക്ക് അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോ നീ എന്താ വരാതിരുന്നേ? കനിയാത്ത ഭഗവാനെ തൊഴുതിട്ട് എന്താ കാര്യം? എന്തു പറ്റി? നിനക്കൊരു നിരാശ? ഏയ് ഇല്ല, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ഇല്ല, കാര്യം എനിക്കറിയാം. ഈശ്വര, ഈ സേർട്ട് വലിക്കുന്നവരെ സമ്മതിക്കണം. എന്ത് കഷ്ടപ്പെട്ട പുക മൂക്കിക്കൂടെ ഊതി വിടുന്നത്. നോക്കണം നോക്കണം, മൂക്കി കൂടെ പുക പാടാണ്ട. അമേരിക്കൻ സായിപ്പന്മാരോട് ഇത്ര ഭംഗിയായിട്ട് പുക വിടൂല. ഇതാണ് പറയണത്, പെറ്റ് വീടുമ്പോഴേ സിഗരറ്റ് ഒളിച്ച് തുറക്കണമെന്ന്. എന്തായാലും എനിക്ക് ഈ പുകവലി വേണ്ട. അപ്പൊ നീലിമയോടൊത്തുള്ള നിന്റെ അമേരിക്ക പോക്ക് വേണ്ടെന്ന് അർത്ഥം. എടാ, നീയല്ലേ പറഞ്ഞത് പുകവലിക്കാത്തവരെ നീലിമയ്ക്ക് ഇഷ്ടമല്ലെന്ന്? എന്ന് വെച്ച് എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സിഗരറ്റ് തിന്നാൻ വരെ ഈ കൊച്ചു പ്രേമം റെഡിയാ. അതിന് നിന്നെ പ്രേമിക്കാൻ ഏതെങ്കിലും പെണ്ണ് വരണ്ടേ? വരുമടേ, വരും. വന്നു നിന്റെ മദാമ്മ വന്നു. എന്താടാ അവളെ കയ്യിലൊരു തോക്ക്? തോക്കല്ലടാ, അത് ബൈനോക്കുലേഴ്സാ. അയ്യേ, ഇതിൽ കൂടെ നോക്കിയാലാണ് തുണിയില്ലാതെ കാണുന്നത്. വൃത്തിയോട് പറയാതെ അതെങ്ങോട്ട് കളയടാ. എന്റെ പെണ്ണിന്റെ മുമ്പില് നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഞാൻ മൊത്തം സേർട്ട് എടുത്താ മതി കേട്ടോ. ഹായ് വിന്ധ്യൻ. അകത്തോട്ട് വരി, അകത്തോട്ട് വരി. എന്താ മൂന്നുപേരും കൂടെ ഇവിടെ? അതെ, സമയം കിട്ടുമ്പോ ഒഴിവ് സമയം ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോ ഞാൻ ഇങ്ങനെ ചെയിനായിട്ട് സേർട്ട് വലിക്കും. ഒരു ദിവസം 25 പാക്കറ്റ് വലിക്കും. എവർക്ക് വലിക്കാൻ അറിയില്ല. ഞങ്ങൾ ചേർന്ന് വലിപ്പിക്കും. Are you free now? അയ്യേ, യെസ്, ഫ്രീ. ഐ ഓൾസോ കണ്ട. ഐ നോ ഇംഗ്ലീഷ്. എന്നാ വാ, നമുക്കൊന്ന് ചുറ്റിയടിക്കാം. എന്നാലേ ഞങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ ഇവിടെ കുറ്റി അടിച്ചിരിക്കുക. പോവാം. ഓ, ഐ ആം റെഡി. ഇവൻ വലിച്ചു ചാവത്തേ ഉള്ളൂ. ഒന്ന് കിട്ടിയാലേ ശരിയാവും. ഇതെന്തിന്? നീ പറഞ്ഞിട്ടല്ലേ? ഞാൻ അവന്റെ കാര്യം പറഞ്ഞ